ഹായ് ഓൾ. ഇന്ന് കഫേ പോയി ഒരു ഡിന്നർ കഴിക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്റ്റോറി കപ്പ് കഫേ എന്നുള്ളൊരു പേരിൽ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നോക്കിക്കേ, നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പച്ചപ്പും ഒരു എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആദ്യം ഒരു സീറ്റ് ചെന്നിരുന്നു. റിച്ചുട്ടിന് അതത്ര ഇഷ്ടമായില്ല. റിച്ചുട്ടിന് അവിടെ ഫ്രണ്ടിലൊരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയുള്ള സീറ്റിലിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് അത്യാവശ്യം ഒത്തിരി കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. ആക്ച്വലി അങ്ങനെ അവിടെ പോയി. നമ്മൾ പോയപ്പോഴത്തേക്കും എന്താ ഊഞ്ഞാലിരുന്ന് ആടി ഇതാ ഉറങ്ങാറായി ആശാൻ. പിന്നെ എഴുന്നേറ്റ് വന്നു, ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ അവിടെ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ മെനു നമ്മൾ പറഞ്ഞു കൊടുത്തു. സോ ഞങ്ങളങ്ങനെ അവിടേക്ക് ഇരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ മുഖംമൂടി ജംഗ്ഷൻ, അതായത് ടൈറ്റാനിയം തിരിഞ്ഞ് അടൂർ പത്തനംതിട്ട റോഡിലേക്ക് വരുമ്പോഴാണ് കേട്ടോ, മുഖംമൂടി ജംഗ്ഷനിലാണ് ഈ കട വരുന്നത്. സോ നല്ലൊരു ഷോപ്പ്. ഫ്രണ്ട്സായിട്ടോ കപ്പിൾസായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്ക് ഫുഡ് വന്നു. നല്ല ഭംഗിയുള്ള എന്താ പറയുക, ക്യാൻഡിൽ ലൈറ്റ്, ഒരു കുഞ്ഞ് ക്യാൻഡിൽ ലൈറ്റൊക്കെ ഇട്ടത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫുഡൊക്കെ വന്നു. അങ്ങനെ ഓരോന്നായിട്ട് വന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ കാണാനായിട്ട്. ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്ന കാണാനും എല്ലാം നന്നായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റേഷൻ കൊള്ളാം, അടിപൊളി. ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇന്നത്തെ വാലൻറ്റൈൻസ് ഡേ, ഈ വർഷത്തെ വാലൻറ്റൈൻസ് ഡേ ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.